കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ത്യ അയച്ചത്. 4 പതിറ്റാണ്ട് മുമ്പ് വ്യോമസേന വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ സോയൂസ് പേടകത്തിൽ ബഹിരാകാശത്ത് പോകുകയും 7 ദിവസത്തോളം അവിടെ തങ്ങി തിരിച്ചു വരികയും ചെയ്തിരുന്നു. എന്നാൽ ശുഭാംശുവിന്റെ യാത്ര അങ്ങനെയൊന്നല്ല. അത് ദീർഘകാല ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള വലിയ പദ്ധതിയുടെ തുടക്കമാണ്. കാണാം 24 എക്സ്പ്ലെയിനർ. ബഹിരാകാശത്ത് മനുഷ്യരെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് ശക്തി പകരുന്നതാണ് ശുഭാംശു ശുക്ലയുടെ യാത്ര. ഇത്രയും കാലം പരിശീലനങ്ങളും മറ്റും നടത്തിയെങ്കിലും യഥാർത്ഥ യാത്ര വ്യത്യസ്തമാണ്. ആ അനുഭവമാണ് യാത്രയിലൂടെ ശുഭാംശു നേടുന്നത്. ഭാവിയിലെ നമ്മുടെ ഗഗൻയാൻ, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്നീ പദ്ധതികൾ എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കാൻ യാത്രയിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ സഹായകമാകും. ഗഗൻയാൻ പദ്ധതി തനിച്ചു നടത്തണമോ അതോ മറ്റ് സ്ഥാപനങ്ങളുടെ സഹായത്തോടെ വേണോ എന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾക്ക് ഈ യാത്ര വഴിയൊരുക്കും. 1998 സ്ഥാപിതമായ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനത്തിൽ നിർണായക മാറ്റങ്ങളുണ്ടായ ഘട്ടത്തിലാണ് ഈ യാത്ര. നിലയത്തിന്റെ ദൈനംദിന നടത്തിപ്പിൽ നിന്ന് നാസ പിൻവാങ്ങുകയും സ്പേസ് എക്സ്, ബ്ലൂ ഒറിജിൻ, ആക്സിയം തുടങ്ങിയ സ്വകാര്യ കമ്പനികൾ കടന്നുവരികയും ചെയ്തു. സ്വകാര്യ സർക്കാർ സഹകരണത്തിലുള്ള ഹൈബ്രിഡ് രീതിയാണ് നാസ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ മാറ്റങ്ങൾ നമുക്കും ഉൾക്കാഴ്ച നൽകുന്നതാണ്. ബഹിരാകാശ നിലയത്തിൽ ശുഭാംശു 60ഓളം പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടതിന്റെ അനുഭവ പരിചയവും മറ്റൊരു ഗുണമാണ്. സ്പേസ് സ്റ്റേഷനുകൾ നിരീക്ഷണ പേടകങ്ങൾ മാത്രമല്ല, വലിയ ഗവേഷണ സ്ഥാപനങ്ങൾ കൂടിയാണ്. മൈക്രോ ഗ്രാവിറ്റിയിലെ ഗവേഷണത്തിന് സ്വകാര്യ മേഖലയിലും മറ്റും വലിയ ആവശ്യക്കാരുണ്ട്. ഇതും ഭാവിയിൽ വാണിജ്യ നേട്ടമുണ്ടാക്കാൻ സഹായിക്കും. ബഹിരാകാശ രംഗത്ത് ഇന്ത്യയെ ഒരു വൻ ശക്തിയാക്കുക എന്ന ലക്ഷ്യം ISROയുടെ സ്ഥാപക പിതാവായ ഡോക്ടർ വിക്രം സാരാഭായിയും പിൽക്കാല മേധാവിമാരും പുലർത്തിയിരുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട പ്രവർത്തനത്തിലൂടെ ആ ലക്ഷ്യത്തിൽ നിർണായകമായ ഒരു പടവ് പിന്നിടുകയാണ് നാം ശുഭാംശു ശുക്ലയിലൂടെ.